നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഒമാനിൽ ഇന്നു മുതൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശുമെന്നും ഇതുമൂലം അറബിക്കടൽ തീരങ്ങളിൽ തിരമാലകൾ ഉയരുമെന്നും കടൽ പ്രക്ഷുബ്ധമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കുവൈത്തിൽ താപനില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ മന്ത്രാലയം. ചൂട് മൂലമുള്ള ശാരീരിക ആയാസം, സൂര്യാഘാതം എന്നിവയിൽ ശ്രദ്ധ വേണം. ചില കാലാവസ്ഥാ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യപരമായ അപകട സാധ്യതകൾ തടയുന്നതിന് പൊതുജന അവബോധം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിക്ക് യുനെസ്കോയുടെ ആദരം. അറബിക് ചരിത്രകൃതികളുടെ പരമ്പര യുനെസ്കോ ലൈബ്രറിയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തുന്നതിനായി ഇടപെട്ടതിനാണ് ഷെയ്ഖ് സുൽത്താനെ ആദരിച്ചത്. പ്രവാസി മലയാളി റാസൽ ഖൈമയിൽ മരിച്ചു. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി മജിദ് കിഴക്കേതിലാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അന്ത്യം. ദീർഘനാളായി UAEയിലുള്ള മജിദ് ആഭ്യന്തര മന്ത്രാലയം ജീവനക്കാരനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അപകീർത്തികരമായ കമന്റ് ഒരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് കമന്റ് ചെയ്തയാളോട് സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവ്. 70,000 ദിർഹം നഷ്ടപരിഹാരം നൽകാൻ അലൈൻ സിവിൽ കൊമേഴ്സ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിമുകൾക്കായിട്ടുള്ള കോടതിയാണ് ഉത്തരവിട്ടത്. ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം അൽ ഖുവൈറിലെ മിനിസ്ട്രീസ് ഡിസ്ട്രിക്റ്റിൽ ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചു. മസ്കത്ത് ഗവർണർ സയ്യിദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി, മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. അതേസമയം ഏറ്റവും ഉയരം കൂടിയ കൊടിമരം ഒരുക്കിയതിന് പിന്നിൽ മലയാളികളാണെന്ന അഭിമാനവും പ്രവാസി മലയാളികൾക്കുണ്ട്. സ്പെസിഫിക് ബ്ലൂ എന്ന കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് 126 മീറ്റർ ഉയരമുള്ള കൊടിമരം സ്ഥാപിച്ചത്. ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി UAEയുടെ ദേശീയ വിമാന കമ്പനി ഇത്തിഹാദ് എയർവേസ്. 2025 അവസാനത്തോടെ 1500 ജീവനക്കാരെ കൂടി റിക്രൂട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് എയർലൈൻ. ഈ വർഷം തുടക്കത്തിൽ 1685 ജീവനക്കാരെ കമ്പനി പുതുതായി നിയമിച്ചിരുന്നതായി എയർലൈൻ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് അസിസ്റ്റന്റ് മാനേജ് ഓഫീസർ ഡോക്ടർ നാദിയ ബസ്ഗെ വെളിപ്പെടുത്തി. ഖത്തറിൽ തൊഴിലാളി നിയമനത്തിനും തൊഴിൽ പെർമിറ്റിനുമുള്ള ഫീസ് കുറയ്ക്കാൻ തീരുമാനം. തൊഴിൽ മന്ത്രാലയത്തിലേക്കുള്ള വിവിധ അപേക്ഷകളിൽ ഫീസ് ഇളവ് നൽകുന്നത് സംബന്ധിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം സമർപ്പിച്ച നിർദ്ദേശങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽഥാനിയുടെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിസഭാ യോഗമാണ് ഫീസ് ഇളവിനുള്ള തൊഴിൽ മന്ത്രാലയ കരടിന് അംഗീകാരം നൽകിയത്. ഖത്തറിലെ പ്രവാസി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹാരങ്ങൾ കാണുന്നതിനുമുള്ള അടുത്ത ഓപ്പൺ ഹൗസ് ഈ മാസം 29 നടക്കും. ഓപ്പൺ ഹൗസിന് ഇന്ത്യൻ അംബാസിഡർ വിപുൽ നേതൃത്വം നൽകും. 29 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 3 മണി വരെ രജിസ്ട്രേഷൻ നടക്കും. താമസ കുടിയേറ്റ തൊഴിൽ നിയമം ലംഘിച്ചതിനെ തുടർന്ന് കുവൈത്തിൽ അറസ്റ്റിലായ 301 പ്രവാസികളിൽ 249 പേരെ നാടുകടത്തി. ശേഷിച്ചവരുടെ നടപടികൾ പൂർത്തിയായി വരുന്നു. ഇവരിൽ 52 പേർ വിവിധ കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.